അപ്പോൾ ഹായ് ഗൈസ്, ഞാൻ ഇപ്പം എന്താ ചെയ്യുന്നതെന്ന് എൻ്റെ അടുത്ത് ചോദിച്ചാൽ എനിക്ക് വലിയ പിടുത്തമൊന്നുമില്ല. ഇപ്പം ഞാൻ ചെയ്യാൻ പോകുന്ന കാര്യം സക്സസ് ആകുമോയെന്ന് ചോദിച്ചാലും വലിയ പിടുത്തമൊന്നുമില്ല. ആയാൽ എനിക്ക് കൊള്ളാം, അത്രേ ഉള്ളൂ. അത്രയല്ലേ. അപ്പം കാര്യം എന്താണെന്ന് വെച്ചാൽ, അപ്പം അതിനു മുമ്പ് എന്നെക്കുറിച്ച് ഞാൻ ആരാന്ന് പറയണം. ഞാൻ മാത്യൂസ്. അപ്പോൾ ഞാൻ ഇന്ന് തൊട്ട് എൻ്റെ ലൈഫ് എന്ന് വെച്ചാൽ അതായിരുന്നു ഡോക്യുമെൻറ്റേഷൻ പോണക്കൊന്നും ഡോക്യുമെൻറ്റേഷനും അല്ല, ഇത് എന്തോ റിപ്പോർട്ടൊന്നും അല്ലല്ലോ ഇത്. അപ്പോൾ ഞാൻ ഇങ്ങനെ എൻ്റെ ഒരു വെയ്റ്റ് ലോസ് ജേർണി അല്ലെങ്കിൽ എൻ്റെ ഒരു ലൈഫ് സ്റ്റൈൽ ഇതൊന്ന് ചുമ്മാ ഒന്ന് ഡോക്യുമെൻ്റ് അതായത് വീഡിയോ എടുത്ത് യൂട്യൂബിലൊന്ന് അപ്ലോഡ് ചെയ്ത് കാര്യങ്ങളൊക്കെ. കാരണം ഇങ്ങനെ വീഡിയോ എടുത്ത് ഇങ്ങനെ അപ്ലോഡ് ചെയ്തിട്ട് സെറ്റാക്കി എടുക്കുവാണെങ്കിൽ എന്താ അത് പിന്നെ എന്നെ മോട്ടിവേറ്റ് ചെയ്യുമല്ലോ എന്നോർത്താണ് ഞാൻ ഇതെടുക്കുന്നത്. അപ്പോൾ എന്താ അതെങ്കിലും എന്നെ ഇച്ചിരി ഒരു നല്ല സ്ഥലത്ത് എത്തിക്കുമെന്ന് തോന്നുന്നു. സോ അതുകൊണ്ട് ഇത് സക്സസ് ആകുമോ ഇല്ലയോ എന്ന് നമുക്ക് കണ്ടറിയാം. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇത് ചെയ്യാൻ തുടങ്ങുന്നത്. അപ്പോൾ കണ്ടറിയാം അപ്പോൾ അതാണ് ഇതിൻ്റെ മെയിൻ ലക്ഷ്യം. അപ്പോൾ ഇന്നോട്ടങ്ങ് പതുക്കെ ഓരോ വീഡിയോസൊക്കെ എടുത്ത് അങ്ങ് അപ്ലോഡ് ചെയ്ത് കാര്യങ്ങളൊക്കെ നടപടിയാക്കാനുള്ള ഒരു ശ്രമത്തിലാണ് ഞാൻ. ഇപ്പം ഞാൻ ഡിഗ്രി കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് അടുത്ത് ഞാൻ ഓരോ വിശേഷങ്ങളുണ്ട്. അപ്പോൾ പതുക്കെ പറയാം. ഇപ്പം സമയമുണ്ടല്ലോ. അപ്പോൾ ചുമ്മാ ഒരു ഇൻട്രോ വീഡിയോ മുണക്ക് എടുത്തതേ ഉള്ളൂ. അപ്പോൾ കാണുന്നവർ അഭിപ്രായം പറയാം. അപ്പോൾ എൻ്റെ ഒരു ജേണി എങ്ങനെയുണ്ടെന്ന് നമുക്ക് കണ്ടറിയാം. അപ്പോൾ വെയിറ്റ് കുറയോ ഇല്ലെന്ന് നോക്കാം. അപ്പോൾ ഇത് അറ്റ്ലീസ്റ്റ് വീഡിയോ ഇങ്ങനെ ഇടുമ്പോഴത്തേക്ക് അറ്റ്ലീസ്റ്റ് നാട്ടുകാർ കണ്ടു കഴിഞ്ഞിപ്പം ആ പേരിലെങ്കിലും മോട്ടിവേറ്റായി ചെയ്യുമെന്നുള്ളൊരു വിശ്വാസം ഇല്ലാതില്ല. സോ കാണാം. ഓക്കെ, ഞാൻ ഈ പരിപാടി തുടങ്ങുന്ന സ്ഥിതിക്ക് എനിക്ക് യൂട്യൂബിൻ്റെ ഇതൊന്നും വലിയ പിടുത്തമൊന്നുമില്ല. അപ്പം ഇപ്പം എന്താ കാണിക്കാന്നൊക്കെ ചോദിച്ചാൽ എന്താ പറയുക. അപ്പോൾ ഇന്നത്തെ ദിവസം വലിയ പരിപാടികളൊന്നുമില്ല. അപ്പോൾ ഇന്ന് വീട്ടിൽ തന്നെ ഇങ്ങനെ ഇരിക്കുമായിരുന്നു. മഴയൊക്കെ ആയതുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നു. അപ്പോൾ ഇതാണ് എൻ്റെ വീടിൻ്റെ ഏരിയ. അപ്പോൾ നമ്മുടെ ചുറ്റിനും നല്ല പ്രകൃതി രമണീയമായ സ്ഥലങ്ങളൊക്കെയാണ്. അപ്പോൾ അതൊക്കെ ഇവിടുത്തെ വിശേഷങ്ങളും ഇവിടുത്തെ കാര്യങ്ങളൊക്കെ കാണിച്ച് മുന്നോട്ട് പോകാനാണ് പ്ലാൻ. അപ്പോൾ ശരിയാവില്ല. അപ്പോൾ അതൊക്കെയാണ് പ്ലാൻ. അപ്പോൾ എൻ്റെ കണ്ടൻറ്റ് ഇഷ്ടപ്പെടുന്നവർ ലൈക്ക് ചെയ്യുക. പിന്നെ തുടക്കത്തിൽ അതിൻ്റേതായ ചെറിയ മിസ്റ്റേക്കുകളൊക്കെ കാണും. അപ്പോൾ അതൊക്കെ ക്ഷമിക്കുക. ഈ വട്ടം ശരിയാകുന്നില്ലല്ലോ. അപ്പോൾ അതിൻ്റേതായ ഇതൊക്കെ കാണും. അപ്പോൾ അങ്ങനെ ഇരിക്കുന്നു. അപ്പോൾ ഇന്ന് പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. അപ്പോൾ ഇനിയിപ്പം എനിക്ക് എൻ്റെ അടുത്ത ക്ലാസ് തുടങ്ങുന്നവരെ ഞാൻ ഫ്രീ ആയിരിക്കും. അപ്പോൾ അന്നേരത്തേക്ക് അവിടെ പോയി താമസിക്കാനുള്ള സെറ്റപ്പും എല്ലാം പ്ലാൻ ചെയ്ത്. അപ്പോൾ ആദ്യമായിട്ടാണ് ഞാൻ ഒറ്റയ്ക്ക് മാറി നിൽക്കുന്നത്. ഹോസ്റ്റലൊക്കെ നിന്നിട്ടുണ്ടെങ്കിലും നമുക്ക് അന്നേരം കുക്കിംഗ് ഒന്നും ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയൊക്കെ ഇരിക്കുന്നു. അപ്പോൾ ഇനിയിപ്പം അടുത്ത പരിപാടി എന്ന് വെച്ചാൽ നമുക്ക് കുറച്ച് കോഴിക്കുട്ടന്മാരുണ്ട്. അപ്പോൾ അവന്മാരെ ഒന്ന് പോയി കണ്ട് അവന്മാരുടെ പരിപാടിയൊക്കെ ഒന്ന് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ശരിയാകുന്നല്ലോ. അപ്പോൾ അവന്മാരുടെ കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റാക്കി കഴിഞ്ഞിട്ട് നമുക്ക് തിരിച്ചു വരാം. അപ്പോൾ ഗൈസ്, ഇപ്പം നമ്മൾ വീടിൻ്റെ പുറകിലാണ്. അപ്പോൾ എന്താണ് ഇവിടെയാണ് വീട്. അപ്പോൾ ഇവിടെ ബാക്ക്ഗ്രൗണ്ടിൽ ഇങ്ങനെ തട്ടുകളൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇത് ഇങ്ങനെ ചെടികളൊക്കെ നട്ടുവെക്കാനായിട്ട് കാര്യങ്ങളൊക്കെ ഇവിടെ സെറ്റാക്കിയിട്ടുണ്ട്. ഇപ്പം വലിയ കൃഷിയൊന്നും ഇത് ഇങ്ങനത്തെ കൃഷി ഇൻ ദ സെൻസ് വീട്ടിലേക്കുള്ള ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊന്നും ഇപ്പോൾ ഇവിടെ ചെറുതായിട്ടാണ്. ഇപ്പം ഇവിടെ ഇതിനകത്ത് മഞ്ഞളം മുറുന്ന കൃഷിയുണ്ട്. പിന്നെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ മാത്രമേ ഇനി പറയുന്നുള്ളൂ. അത് തുടക്കമായതുകൊണ്ട് നിങ്ങളുടെ താല്പര്യം കൂടെ ഒക്കെ എങ്ങനെയാണെന്നൊക്കെ ഒന്ന് എക്സ്പ്രസ് ചെയ്യുക. പിന്നെ ഇവിടെ നമ്മുടെ കോഴിക്കുട്ടന്മാരിരിപ്പുണ്ട്. പിന്നെ ഇതാണ് നമ്മുടെ 5 കോഴിക്കുട്ടന്മാർ. ഇവന്മാരെ അറിയാം ഒരു മാസമൊക്കെ ആയി മേടിച്ചിട്ട്. അപ്പോൾ ഇവന്മാർക്ക് ഇത്രയും വലിയ
സെറ്റപ്പ് വേണമെന്ന് ചോദിച്ചാൽ അതൊക്കെ ഒരു വലിയൊരു കഥയാണ്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ കേൾക്കണമെങ്കിൽ പറഞ്ഞാൽ ഞാൻ പറയുന്നതായിരിക്കും. ഇപ്പോൾ നിങ്ങളെ വലിയതായിട്ട് ബോറടിപ്പിക്കുന്നില്ല. അപ്പോൾ ഇത് 5 നാടൻ കോഴിയാണ്, ഒരു പൂവൻ കോഴിയും ഇവനാണ് പൂവൻ. അപ്പോൾ ബാക്കി 4 പെടയാണ്. അപ്പോൾ കുറച്ച് പെടയും കൂടെ മേടിക്കണമെന്ന് ഇങ്ങനെ ആലോചിച്ചിരിക്കുന്നു. അപ്പോൾ ഇങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പോൾ ഇവിടെ വെള്ളവും തീറ്റയൊന്ന് മറിച്ച് കൊടുക്കണം. ഇത് അടുക്കളയിൽ നിന്ന് വരുന്ന വേസ്റ്റ് ഇട്ട് കൊടുക്കണം. അതായത് മഴ തൂവുന്നുണ്ട്. പിന്നെ അതുങ്ങളുടെ ഷെഡ് മുകളിൽ ക്ലോസ്ഡ് ആയതുകൊണ്ട് നമുക്ക് വലിയ സീനൊന്നുമില്ല. അപ്പോൾ ഈ കോഴിപ്പണി എന്തിനാണ് ഈ പ്രായത്തിൽ തുടങ്ങിയെന്ന് ചോദിച്ചാൽ വീട്ടിൽ ചുമ്മാ ഇരുന്ന് ബോറടിച്ചതുകൊണ്ട് 5 ചുമ്മാ ടൗണിൽ പോയപ്പോൾ മേടിച്ചു അങ്ങോട്ട്. അപ്പോൾ അങ്ങനെ 5 കൊണ്ടുവന്നു. അപ്പോൾ നേരത്തെ ഇതിനകത്തൊരു 20-25 ഉണ്ടായിരുന്നു. അപ്പോൾ അതുങ്ങൾക്കൊക്കെ പല കാര്യങ്ങളാൽ എല്ലാം പോയി. അപ്പോൾ ഇങ്ങനെയാണ് അവസ്ഥ. അപ്പോൾ പിന്നെ എൻ്റെ ഒരു ഐഡിയോളജി എന്ന് വെച്ചാൽ മാക്സിമം നമുക്ക് തന്നെ മുട്ടയൊക്കെ വീട്ടിൽ ഇങ്ങനത്തെ ഐറ്റംസൊക്കെ വീട്ടിൽ തന്നെ വളർത്തിയെടുക്കാനേ ഉള്ളൂ. അപ്പോൾ നമുക്ക് എത്രയും ഓർഗാനിക്കായിട്ട് സാധനങ്ങൾ കിട്ടുന്നു അത്രയും നമ്മുടെ ആരോഗ്യത്തിന് നല്ല. ഇക്കാലത്ത് മുട്ടയ്ക്കകത്ത് വരെ മായം കലർത്തിയാണ് വരുന്നത്. അതുകൊണ്ട് അങ്ങനെയാണ് ഇത് തുടങ്ങിയത്. അപ്പോൾ ഇത് പണ്ട് ഞാൻ +1 +2 കാലത്ത് വലിയൊരു ഇതായിട്ട് വിപുലീകരിച്ചെടുത്തായിരുന്നു. പിന്നെ അങ്ങ് നിന്നുപോയി. അപ്പോൾ ഇവിടുത്തെ കാര്യങ്ങൾ അത്രേ ഉള്ളൂ. നിങ്ങൾക്ക് തീറ്റയൊക്കെ കൊടുത്തു. ഇപ്പോൾ മഴ തുള്ളുന്നുണ്ട്. അപ്പോൾ അതൊക്കെ അകത്തോട്ട് കയറിപ്പോവാം. അപ്പോൾ ഗൈസ് പിന്നെ എന്തിട്ട് കയറി വന്നിട്ടുണ്ട്. അപ്പോൾ ഇപ്പം ആദ്യത്തെ വീഡിയോ ആയതുകൊണ്ട് ഇപ്പം പഠിച്ചു വരുന്നതിലുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇനിയിപ്പോൾ എന്നൊക്കെ കാണിക്കേണ്ടത് വലിയ കൊടുത്തൊന്നുമില്ല. അപ്പോൾ അതൊക്കെ നമുക്ക് എല്ലാം കണ്ടറിഞ്ഞ് ഇനിയിപ്പോൾ പതുക്കെ കാര്യങ്ങളൊക്കെ ഇപ്പം വീട്ടിൽ ഉള്ള ദിവസം വരെ വീട്ടിലത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നതായിരിക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് കോളേജ് അധികമായി ഒരു ജൂലൈ പകുതിയൊക്കെ ആകുമ്പോൾ തുടങ്ങുന്നതാണ് വിശേഷം. ഇനിയിപ്പോൾ ഞാൻ LLB പഠിക്കാൻ പോണ്. ഞാൻ ഡിഗ്രിയൊക്കെ എൻ്റെ കഴിഞ്ഞതാണ്. അപ്പോൾ ഞാൻ മാർച്ചിൽ എക്സാം കഴിഞ്ഞ മെയ് അവസാനം ഗ്രാജുവേഷനൊക്കെ ഉണ്ടായത്. അപ്പോൾ ഇനി അടുത്ത ഉപരിപഠനം അതിനു വേണ്ടി പോകുന്നു. അപ്പോൾ അങ്ങനെ പിന്നെ അതിലൂടെ സൈഡിൽ ഓൺലൈനായിട്ട് MBA കൂടെ എടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പോൾ ഇനിയിപ്പോൾ വരുന്ന ദിവസങ്ങളിൽ പുതിയ ബ്ലോഗൊക്കെ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. ഫോക്കസ് ആണല്ലോ. അപ്പോൾ ഇനിയിപ്പോൾ വരുന്ന ദിവസങ്ങളിൽ പുതിയ വീഡിയോസൊക്കെ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ സപ്പോർട്ട് ചെയ്യുക. ഇപ്പം എൻ്റെ അടുത്തൊരു 3-4 വർഷത്തെ ജേണി ഇങ്ങനെ ഒന്ന് ഡോക്യുമെൻ്റ് ചെയ്ത് വീഡിയോ ഒക്കെ എടുത്തിട്ട് പോസ്റ്റ് ചെയ്ത് എന്നെ തന്നെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എടുക്കുന്നത്. അപ്പം അങ്ങനെ എടുക്കുമ്പോഴത്തേക്കിന് എത്ര പേർക്ക് ഇത് വീഡിയോ എത്തുമെന്ന് അറിയത്തില്ല. അപ്പോൾ എത്തുന്ന എത്ര ആൾക്കാരുടെ അടുത്ത് എത്തട്ടെ എന്ന് വിചാരിച്ച് ഇങ്ങനെ അപ്ലോഡ് കൂടെയും ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ ആകുമ്പോഴത്തേക്ക് എനിക്കൊരു മോട്ടിവേഷൻ കയറണം. ഇത്രയും പേര് ഇതിനെ വ്യൂ കാണുന്നുണ്ട്, അല്ലെങ്കിൽ ഇത്രയും പേർക്ക് വീഡിയോ എത്തിയിട്ടുണ്ട്. അപ്പോൾ അത്രയും പറഞ്ഞിട്ട് പിന്നെ നമ്മൾ അതിനുള്ള ആക്ഷൻ എടുക്കാതിരിക്കുമ്പോൾ നമുക്കല്ലേ മോശം തോന്നുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇത് മോട്ടിവേഷൻ എനിക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ സക്സസ് ആകുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് അത്രയും പറഞ്ഞ് ഞാൻ നിർത്തുന്നു. സോ പിന്നെ തുടക്കമാണ്, അതുകൊണ്ടാണ് ആദ്യത്തെ വീഡിയോ ഒക്കെ ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് വേണം എൻ്റെ എഡിറ്റിംഗ് സ്കിൽസ് എനിക്കൊന്ന് പരീക്ഷിക്കുന്നത്. അപ്പോൾ എന്തോരം എഡിറ്റ് ചെയ്യാനൊന്നും അറിയത്തില്ല. പിന്നെ ഇടയ്ക്ക് ഞാൻ സൈഡിലോട്ട് പോകുന്ന ഇവിടെ സ്ക്രീനിൻ്റെ വീഡിയോ കാണാം. അപ്പോൾ ഈ ക്യാമറ സെറ്റപ്പ് ഒക്കെ എൻ്റെ അനിയൻ്റേതാണ്. ആൾക്ക് ഇത് നേരത്തെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അവനിപ്പം വലിയ വീഡിയോ കൊടുത്തൊന്നും ഇല്ലാത്തതുകൊണ്ട് ലാഭമായി. ക്യാമറ തരാമെന്ന് പറഞ്ഞു ഞാൻ കുറച്ച് ദിവസത്തേക്ക്. അപ്പോൾ അങ്ങനെ ക്യാമറയും കിട്ടി. അപ്പോൾ ഇന്നത്തെ ദിവസം അത്രേ ഉള്ളൂ. അപ്പോൾ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ചെയ്യുക. അപ്പോൾ താങ്ക് യു സോ മച്ച്. പീസ് ഔട്ട്.